അതെന്തേ? എന്താന്ന് നോക്കണം. ശരി, നോക്കിക്കോ. Largest of 3 numbers. Okay. മാം ഷെയർ ചെയ്യണമെന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ എടുത്തുതരാം. നമ്മുടെ ലാബ് മാനുവലിൽ ഉണ്ടല്ലോ പ്രോഗ്രാം അല്ലേ? ലാബ് അതുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, അത് എടുത്തുതരാം. ഒരു മിനിറ്റ് ഉണ്ടാവും. Largest of 3 numbers. ദേ കിട്ടി. മാം കണ്ടു. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. അയ്യോ, അത് കുഴപ്പമില്ല, പറഞ്ഞു. ഞാൻ പിന്നെ ഫസ്റ്റ് ഹെഡ് ഫയൽ കൊടുക്കുക. ആഷ് ഇൻക്ലൂഡ് studio.h. ഹലോ മാം, കേക്കണ്ടോ? കേക്കണ്ട്, പറഞ്ഞോ. ഞാൻ പിന്നെ void main കൊടുക്കുക. പിന്നെ നമ്മൾ 3 നമ്പേഴ്സ് ABC കൊടുക്കുക. പിന്നെ ഫസ്റ്റ് വാല്യൂ ഓഫ് A എൻട്രി ചെയ്യുക, B എൻട്രി ചെയ്യുക, C 3 നമ്പറിന്റെയും വാല്യൂ എൻട്രി ചെയ്യുക. പിന്നെ നമ്മളെ കണ്ടീഷൻ പറയാ. A ഗ്രേറ്റർ ദാൻ B ആണെങ്കിൽ A ഗ്രേറ്റർ ദാൻ Bയും A ഗ്രേറ്റർ ദാൻ Cയും ആണെങ്കിൽ പ്രിന്റ് ചെയ്യുക. A ലാർജസ്റ്റ് ആണെന്ന് പ്രിന്റ് ചെയ്യുക. ഇത് ഏത് ഓപ്പറേറ്റർ? ഏത്? ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തത് ആംപർസൻഡ് അല്ലേ? 2 ആൻഡ് പറഞ്ഞതിന് നമ്മൾ എന്ത് പേരാ പറയാ? ലോജിക്കലാണോ? യെസ്, ലോജിക്കൽ ആൻഡ്. അത് പിന്നെ അങ്ങനെയാണെങ്കിൽ A ലാർജസ്റ്റ് എന്ന് കൊടുക്കുക. പിന്നെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണില്ലെങ്കിൽ നമ്മൾ B ഗ്രേറ്റർ ദാൻ if കൊടുത്തിട്ട് B ഗ്രേറ്റർ ദാൻ A കൊടുക്കുക, B ഗ്രേറ്റർ ദാൻ C കൊടുക്കുക. അതില് B ഗ്രേറ്റർ ആയി വരുന്നുണ്ടെങ്കിൽ B is the largest കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ അത് രണ്ടും അല്ലെങ്കിൽ പിന്നെ C കൊടുക്കുക. അത് രണ്ടും അല്ലെങ്കിൽ C ആയിരിക്കും ലാർജസ്റ്റ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എഴുതട്ടെ, നീ ചുമ്മാ പറഞ്ഞു കേൾപ്പിക്കോ എല്ലാവരെയും? A വന്നിട്ട് 8, B വന്നിട്ടൊരു 11 കൊടുത്തേക്കാം, ആൻഡ് C വന്നിട്ട് 5 കൊടുക്കാം. ഇത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാം? ഫസ്റ്റ് 8 ഗ്രേറ്റർ ദാൻ 11 ആണോ നോക്കുക, A ഗ്രേറ്റർ ദാൻ 5 ആണോ നോക്കുക. ഗ്രേറ്റർ ദാൻ 5 ആണോ നോക്കുക. അപ്പോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. ഏതാ ഫെയിൽ ആയ? ഗ്രേറ്റർ ദാൻ 5 അല്ലേ? അല്ല, ഗ്രേറ്റർ ദാൻ 11. ഗ്രേറ്റർ ദാൻ 11 ഫെയിൽ ആവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 8 ഗ്രേറ്റർ ദാൻ 11 ഗ്രേറ്റർ ദാൻ 8 ആണോ നോക്കുക, 5 ആണോ നോക്കുക. അപ്പൊ അത് ട്രൂ ആവും. അപ്പൊ ലാർജസ്റ്റ് 11 കിട്ടും. ലാർജസ്റ്റ് 11. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു അപ്പൊ പറഞ്ഞതിന്. അനിരുദ്ധ അല്ലേ? ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി, ഇനി അടുത്ത പ്രോഗ്രാം ഏതായിരുന്നു നമുക്ക്? ഉണ്ടാവും ചിലപ്പോ. പ്രൈം ഓർ നോട്ട്. ഓക്കെ, ഇനി അടുത്ത റോൾ നമ്പർ ഞാൻ വിളിക്കാം കേട്ടോ. ഇപ്പൊ 10 ആണല്ലേ വിളിച്ചത്. അടുത്ത റോൾ നമ്പർ 23 ഉണ്ടോ? റോൾ നമ്പർ 23 ആരാ നോക്കുന്നത്?
Yes, ma'am. ഹരികൃഷ്ണൻ ഓക്കെ. അപ്പൊ ഹരിയുടെ പ്രോഗ്രാം ഇത് പ്രൈം ഓർ നോട്ട്. ഹലോ ഹരി. ma'am. പറഞ്ഞോളൂ, തുടങ്ങിക്കോളൂ. ഫസ്റ്റ് ഹെഡർ ഫയൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് void main എഴുതി വെക്കുക, void main ഫംഗ്ഷൻ. പിന്നെ 3 വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്യുക. ഫ്ലാഗ് ഈക്വൽ ടു 0 ചെയ്യുക, നം പിന്നെ ഐ ലൂപ്പ് ഓടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോംപ്റ്റ് ചെയ്യുക. പിന്നെ ആ നമ്പർ എൻ്റർ ചെയ്യുന്ന സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻഎഫ് എഴുതിയിട്ട് നമ്മിലേക്ക് സേവ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു ഫോർ ലൂപ്പ് ഇനിഷ്യലൈസ് ചെയ്യുക, 2 തൊട്ട് തുടങ്ങുന്നത്. അത് Why we are starting loop from 2? നമ്മൾ എപ്പോഴും i is equal to 0 അല്ലേ? പ്രൈം നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എ നമ്പർ prime number is a number which is a factor excluding 1 and itself. അപ്പോൾ 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. Okay. So 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് നം ഡിവൈഡഡ് ബൈ 2. ഫാക്ടർ ഒരു നമ്പറിന്റെ ഫാക്ടർ ആ നം ഡിവൈഡഡ് ബൈ 2 വലുതായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നം ഡിവൈഡഡ് ബൈ 2 വരെ ഇറ്ററേറ്റ് ചെയ്താൽ മതി. പിന്നെ എല്ലാ ഇറ്ററേഷനും കഴിഞ്ഞിട്ട് അതിന്റെ വാല്യൂ പ്ലസ് ചെയ്തുകൊണ്ട് പോവുക. അകത്ത് ഒരു ഇഫ് ലൂപ്പ് ഇട്ടിരിക്കുകയാണ്. നം ഡിവൈഡഡ് ബൈ ഐ പറഞ്ഞാൽ നം കിട്ടിയ നമ്പറും പിന്നെ ഐന്റെ വാല്യൂനെ ഡിവൈഡ് ചെയ്തിട്ട് 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഐ നമ്പറിന്റെ ഫാക്ടർ ആയിരിക്കും, ഇല്ലെങ്കിൽ ഫാക്ടർ അല്ല. അപ്പൊ മോഡുലസ് ഓപ്പറേറ്റർ ഇല്ലേ? മോഡുലസ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യാ? റിമൈൻഡർ കിട്ടാൻ വേണ്ടി. അതിന് മോഡുലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്പറിന്റെ ഫാക്ടർ ആയിരിക്കും ഐ. അപ്പൊ ഫ്ലാഗിന്റെ വാല്യൂന്ന് മാറ്റിയിട്ട് ഫ്ലാഗ് ഈക്വൽ ടു 1 ചെയ്ത് വെച്ച് പിന്നെ ബ്രേക്ക് ചെയ്യുക. ഫാക്ടർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് ബ്രേക്ക് ചെയ്യുക. അപ്പോ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ഫോർ ലൂപ്പ് എക്സിറ്റ് ചെയ്തിട്ട് വെളിയിലേക്ക് വരും. അപ്പൊ ഇഫ് കണ്ടീഷൻസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോ പ്രൈം നമ്പർ ആണെങ്കിൽ ഫ്ലാഗിന്റെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടാവില്ല. ഫ്ലാഗ് 0 തന്നെയായിരിക്കും ഇനീഷ്യലൈസ് ചെയ്തത്. അപ്പോൾ അത് പ്രിന്റ് ചെയ്യും പ്രൈം ആണ് പറഞ്ഞിട്ട്. ഇപ്പോ പ്രൈം നമ്പർ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ആ ഇഫ് ലൂപ്പില് ഫ്ലാഗ് ഈക്വൽ ടു 1 ആവും. അപ്പോ എൽസ് പ്രിന്റ് ഇതാവും. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ, ഒരു വാല്യൂ തരാം. ഇപ്പോ 5 ആണെങ്കിൽ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യാ? 5 ആണെങ്കിൽ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മ എൻ്റർ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോർ ഐ ഇൻ റേഞ്ച് 2 to നം ഡിവൈഡഡ് ബൈ 2 പറഞ്ഞ 2.5 അത് 5 2 to 2. അപ്പൊ ഒരു വാല്യൂല് മാത്രം ചെക്ക് ചെയ്യും. ഇഫ് നം 5 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 0 അത് ഫാൾസ് ആവും. അപ്പൊ ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോ if flag equal to 0 evaluate ചെയ്തിട്ട് print prime ചെയ്യും. ഇതാണ് പ്രൈം ഓർ നോട്ട്. ഇത് എല്ലാവർക്കും മനസ്സിലായോ? ഒരു ഐഡിയ കിട്ടിയോ എന്താണ് പ്രൈം ഓർ നോട്ട് എന്ന്? ഇനി നമുക്ക് ഒരു പ്രോഗ്രാമും കൂടെ ഉണ്ട് അല്ലെ. നെക്സ്റ്റ് ഏതായിരുന്നു നമ്മളുടെ പ്രൈം ഓർ നോട്ട് കഴിഞ്ഞാല്? ആംസ്ട്രോങ് നമ്പർ ആയിരുന്നോ? ആംസ്ട്രോങ് അല്ലേ? ഓക്കെ, മിക്കവാറും അതും ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെയാണ്. അടുത്ത റോൾ നമ്പർ
ലാസ്റ്റ് റോൾ നമ്പർ തന്നെ 58 ഉണ്ട് അവിടെ. റോൾ നമ്പർ 58. റോൾ നമ്പർ 58 ഉണ്ടോ? പ്രസന്റ് ആണോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ആബ്സെന്റ് ആണോ? പ്രസന്റ് ആയിരുന്നു. ശരി. 58 കഴിഞ്ഞാല് 54 ഉണ്ടോ? റോൾ നമ്പർ 54 ഉണ്ടോ? ഇത് എന്ത് വെച്ച് നിങ്ങൾ 38 പേരായി കുറഞ്ഞോ? ഞാൻ അപ്പഴേ നോക്കുമ്പോ 45 ഒക്കെ ഉണ്ടായിരുന്നല്ലോ. നെക്സ്റ്റ് റോൾ നമ്പർ നെക്സ്റ്റ് 21 ഉണ്ടോ? റോൾ നമ്പർ 21 ഉണ്ടോ? റോൾ നമ്പർ 21 ആരാന്നറിയോ? ഞാൻ നോക്കി പറയണോ? നീയാണോ 21? ഓക്കെ. മാനുവൽ അല്ലേ? ഓക്കെ, തുടങ്ങിക്കോളൂ. ആംസ്ട്രോങ് ഓർ നോട്ട്? എടാ നിന്റെ കയ്യില് പ്രോഗ്രാം ഉണ്ടോ? അതോ ഇതാണോ? ഏതാ പറയുന്നേ? ആംസ്ട്രോങ് എടുത്ത് തരുമോ? എന്റെ കയ്യിലില്ല. ശരി, എന്നാ ഇത് പറഞ്ഞോ. ഇതേതാ? ഹലോ, ഹലോ, ഇത് കേക്കാം. ആംസ്ട്രോങ് അത് തന്നെ. ഓക്കെ. ശരി, നീ ആദ്യം ആംസ്ട്രോങ് നമ്പർ എന്താന്ന് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താൽ മതി. ഹലോ, കേൾക്കാണ്ടോ? ഹലോ, കേക്കാം പറഞ്ഞോ. ആംസ്ട്രോങ് നമ്പർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു നമ്പറിന്റെ സെപ്പറേറ്റ് ഡിജിറ്റില് ക്യൂബ് എടുത്താല് അത് ആഡ് ചെയ്താല് സെയിം ആ നമ്പർ തന്നെ കിട്ടിയാലാണ് ആംസ്ട്രോങ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയോ? 153. 1 cube plus 5 cube plus 3 cube equal to 153. എഴുതി വെക്കാം. 153 ആണ് ഒരു ആംസ്ട്രോങ് നമ്പർ. ഓക്കെ, അപ്പൊ അതെങ്ങനെ ആംസ്ട്രോങ് നമ്പറിന് കിട്ടുക? 1 cube plus 5 cube plus 3 cube equal to 153. ഞാനിത് എഴുതി വരുമ്പോഴേക്കും നീ എക്സ്പ്ലെയിൻ ചെയ്യും. പ്ലസ് 3 ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ വാല്യൂ 153. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് ആംസ്ട്രോങ് നമ്പർ എന്ന് പറയാം. ഓക്കെ, ഇനി ബാക്കി ഇനി പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ രണ്ട് ഹെഡർ ഫയൽസ് ആവശ്യമുണ്ട്. ഒന്ന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന stdio.h ഒരെണ്ണം math.h. ഇവിടെ പുതിയതായിട്ട് വന്നതാണ് math.h. ഇവിടെ നമ്മൾ എല്ലാ പ്രോഗ്രാമിലും ചെയ്യുന്ന ഒരു മെയിൻ ഫംഗ്ഷൻ വേണം. സോ ഒന്നല്ലേ വേർഡ് മെയിൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇൻഡ് മെയിൻ ഉപയോഗിക്കുക. അതിനുശേഷം നമുക്ക് 4 വേരിയബിൾസ് വേണം. അപ്പോൾ ഇവിടെ നമ്മും orgയും സമ്മും കൗണ്ടും. അതിൽ സമ്മിനും കൗണ്ടിനും 0 ഡീഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം യൂസറിന്റെ അടുത്ത് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം.
അതിനുശേഷം ആ ഇൻപുട്ട് ചെയ്ത നമ്പർ സ്റ്റോർ ചെയ്ത് നമ്മിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കാനർ സ്റ്റേറ്റ്മെന്റും കൊടുക്കണം. അതിനുശേഷം നമ്പർ എൻ്റർ ചെയ്ത നമ്പർ ORGയിലേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ORG ഈക്വൽ ടു നം എന്ന് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു ലൂപ്പ് ഇനീഷ്യലൈസ് ചെയ്യണം. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ വൈൽ ലൂപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സിറ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ നം ഗ്രേറ്റർ ദാൻ 0. അതിന് ശേഷം കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യണം. അതിനുശേഷം നം ഡിവൈഡഡ് ബൈ 10 ആക്കണം നമ്മുടെ പ്രീവിയസ് നം. അതിനുശേഷം ലൂപ്പ് നമ്മൾ കൊടുത്ത ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആകുമ്പോൾ എക്സിറ്റ് ആയിട്ട് നം ഈക്വൽ ടു ORG ആക്കണം. അതിനുശേഷം അടുത്ത വൈൽ ലൂപ്പ് അതിന്റെ എക്സിറ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ നം ഗ്രേറ്റർ ദാൻ 0. എടാ നിന്റെ 2 മൈക്ക് ഓൺ ആയിട്ടുണ്ട്. ഇപ്പൊ റെഡി ആയി. ഇപ്പൊ റെഡി ആയി, പറഞ്ഞു. സ്ക്രോൾ ചെയ്യോ? ഔട്ട്പുട്ടും കാണിച്ചുതരാം. അതിനുശേഷം ആ വൈൽ ലൂപ്പിലെ സം ഈക്വൽ ടു സം പ്ലസ് പവർ ഇൻറ്റു നമ്പർ നം മോഡ് 10 കോമ കൗണ്ട് എന്ന് കൊടുക്കണം. ഇതൊരു പുതിയ ഫംഗ്ഷൻ അല്ലേ നമ്മൾ ഇതുവരെ കാണാത്തത്? പവർ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ math.h എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയൽ യൂസ് ചെയ്തത് കേട്ടോ. അതിനകത്ത് അത് പവർ POW എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇൻഡിവിജ്വൽ ഡിജിറ്റ്സിന്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യും ഈച്ച് ഇറ്ററേഷനിൽ. പിന്നെ നമ്മളൊരു ഈഫ് കണ്ടീഷൻ കൊടുക്കണം. ലൂപ്പിന്റെ പുറത്ത് ഈഫ് കണ്ടീഷൻ കൊടുക്കണം. അതില് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ സമ്മും ORGയും ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്താൽ പ്രിന്റ് ചെയ്യണം ആ നമ്പർ ആംസ്ട്രോങ് ആണെന്ന്. ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയാൽ ഒരു എൽസ് കണ്ടീഷൻ കൊടുത്തിട്ട് ആംസ്ട്രോങ് അല്ല എന്നും പ്രിന്റ് ചെയ്യണം. അത്രേ. ഇതിപ്പം എനിക്ക് തോന്നുന്നു നമ്മള് കഴിഞ്ഞ നിങ്ങളുടെ ലാബ് എക്സ്പെരിമെന്റിൽ ഈ പ്രോഗ്രാം ആയിരിക്കുണ്ടാവില്ല എഴുതിയിട്ടുണ്ടാവും. വേറൊരു എളുപ്പമുള്ള പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ആംസ്ട്രോങ് നമ്പറിൽ മനസ്സിലായ പ്രോഗ്രാം അത് കണ്ടിന്യൂ ചെയ്താൽ മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമുകൾ കഴിഞ്ഞു അല്ലേ? ഇനി അപ്പൊ ഈ 3 പ്രോഗ്രാമിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഒന്ന് പ്രൈം നമ്പർ, അടുത്തത് ആംസ്ട്രോങ് നമ്പർ, പിന്നെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്ത പ്രോഗ്രാം ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഈ 3 പ്രോഗ്രാമിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ മാം പ്രൈമില് ഫ്ലാഗ് യൂസ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞുതരൂ. പ്രൈമില് പ്രൈം നമ്പർ എവിടെ? ഓക്കെ, ഇതാണ് പ്രൈം നമ്പറിന്റെ പ്രോഗ്രാം. നമ്മൾ ഫ്ലാഗ് വേരിയബിൾ എന്തിനാ യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലാഗിന്റെ വേരിയബിൾ വെച്ചിട്ട് നമുക്കത് പ്രൈം ആണോ, കാരണം പ്രൈം നമുക്ക് വെറുതെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അതിന് 1 എന്നുള്ള ഫാക്ടറും വരുള്ളൂ. അതേപോലെ ആ നമ്പർ തന്നെയായിരിക്കും ഒരു ഫാക്ടർ. അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ കുറെ പ്രാവശ്യം ഈ ലൂപ്പിലിട്ട് എല്ലാ വേരിയബിളും വെച്ച് ചെക്ക് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. 1 ടൈം ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, സിൻസ് നമ്മുടെ സ്മോളസ്റ്റ് പ്രൈം നമ്പർ 2 ആണ്, 2 ഇസ് ദി സ്മോളസ്റ്റ് പ്രൈം. അപ്പൊ പ്രൈം അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ നമ്പറിന്റെ ഹാഫ് വരെയാണ് നമ്മൾ ചെയ്യുള്ളൂ. ഇപ്പൊ 5 ആണെങ്കിൽ ഇവിടെ നമ്പർ 5 ആണ്. സോ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 2.5 ആണ് വരിക. സിൻസ് നമ്മുടെ നം കൊടുത്തേക്കുന്നത് ഇന്റിജർ ആയതുകൊണ്ട് ഇവിടെ 2 എന്നാണ് എടുക്കുള്ളൂ.
അപ്പൊ നമ്മുടെ ലൂപ്പ് തുടങ്ങുന്നത് i is equal to 2 മുതൽ 2 വരെ തന്നെ ചെയ്യുള്ളൂ. 2 to 2 ആയിരിക്കും നമ്മുടെ ലൂപ്പ്. വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു പ്രാവശ്യം തന്നെ ചെയ്യുള്ളൂ. എന്നിട്ട് ഈ നം മോഡുലസ് ഐ, സോ നം ഇപ്പം 5 ആണ് വാല്യൂ ആൻഡ് മോഡുലസ് ഐ എന്ന് പറഞ്ഞ ഐയുടെ വാല്യൂ ഇപ്പൊ 2 ആണ്. അത് ഈക്വൽ ടു 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. റിമൈൻഡർ 0 ആണോ നോക്കും. റിമൈൻഡർ 0 കിട്ടുകയാണെന്നാണെങ്കിൽ നമ്മൾ അവിടെ ഫ്ലാഗ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കും. 1 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല, നേരെ ബ്രേക്ക് ചെയ്യുക, പുറത്തേക്ക് വരിക, അത്രേ ഉള്ളൂ. 1 ഫ്ലാഗ് ആയി കഴിഞ്ഞാൽ, ഫ്ലാഗ് 1 ആണെന്നാണെങ്കിൽ വേറെ വലിയ ഓപ്പറേഷൻസ് ഒന്നും നടക്കില്ല, നേരെ അത് പുറത്തോട്ട് വരും. എന്നിട്ട് അത് നോട്ട് പ്രൈം ആണെന്ന് പ്രിന്റ് ചെയ്യും. ഇനി അല്ല 0 ആണെന്നാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ, 0 ആണെങ്കിൽ പിന്നെ ഈ ബ്രേക്ക് ചെയ്യാൻ നിൽക്കില്ല, ഒരു പ്രാവശ്യം കൂടെ ചെക്ക് ചെയ്യും. അങ്ങനെ ഫൈനലി 1 ആവുന്നത് വരെ അത് നോക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ. ഇപ്പൊ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാഗിന്റെ വേരിയബിൾ യൂസ് ചെയ്യണത്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാഗ് ഇതിനകത്ത് ഇങ്ങനെ 1 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വന്നിട്ട് അത് മാത്രം ചെക്ക് ചെയ്താൽ മതിയല്ലോ. ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇങ്ങനെ, 0 ആണെങ്കിൽ ഇങ്ങനെ. അങ്ങനെ ഒരു എളുപ്പം മെത്തേഡിന് വേണ്ടിയിട്ട് ഫ്ലാഗ് യൂസ് ചെയ്യണമെന്ന് മാത്രം. ഇത് വേറെ ഏത് പ്രോഗ്രാമിലും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഫ്ലാഗ് വേരിയബിൾ. പ്രൈമിലുണ്ട്, ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട്, അത് ഏതാന്ന് എനിക്ക് ഇപ്പൊ ഓർമ്മ വരുന്നില്ല. ഞാനത് ഇനി ഓർമ്മ വന്നാ പറഞ്ഞുതരാം. ഇനി നമ്മൾ ഫസ്റ്റ് ഒരു പ്രോഗ്രാം നോക്കിയത് ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. ഇവിടെ ഇതിന്റെ താഴെ കുറച്ച് വൈവ ക്വസ്റ്റ്യൻസ് കണ്ടോ നിങ്ങൾ? വൈവ ക്വസ്റ്റ്യൻസ് നമുക്കിത് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ എങ്ങനെ ചെയ്യേണ്ടതൊന്നും പറയില്ല, പക്ഷെ ക്ലൂ തരാം, നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ എക്സ്പ്രഷൻ സോൾവ് ചെയ്യാനുണ്ട്. ഗിവ് ദ കറക്റ്റ് ഓർഡർ ഓഫ് എവാലുവേഷൻ ഫോർ ദി എക്സ്പ്രഷൻ. ഇത് നമ്മൾ എങ്ങനെ ചെയ്യാം? ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചപ്പോഴേ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രയോറിറ്റി ചാർട്ട് ഉണ്ട് നമുക്ക്. പാലൻഡ്രോം, യെസ് അത് തന്നെ. അപ്പൊ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പാലൻഡ്രോം ആണോ പ്രൈം ആണോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാനാണ് ഫ്ലാഗ് വേരിയബിൾ യൂസ് ചെയ്യുക. യെസ്, ഒരു പ്രസിഡൻസ് ഗ്രാഫ് ഉണ്ട്, നമുക്ക് ഓർമ്മയുണ്ടോ? പ്രസിഡൻസ് ഗ്രാഫിൽ ആദ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിച്ച ബോർഡ് മാസ് റൂൾ പോലെയാണ്. സീരീസ് 1 ഉണ്ടായിരുന്നു, അത് തന്നെ ബോർഡ് മാസ് റൂൾ പോലെയാണ്. അതായത് ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ചെയ്യും. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു മിനിറ്റ്, ഇവിടെ മൊഡ്യൂൾ 1 കിടക്കുന്നുണ്ട്. മൊഡ്യൂൾ 1-ലല്ല 2-ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? 1-ലല്ല 2-ലാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ചത്. അപ്പൊ ഓപ്പറേറ്റേഴ്സിന്റെ താഴെ ഒരു പ്രസിഡൻസ് ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫില് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ പ്രയോറിറ്റി ബ്രാക്കറ്റിനാണ്, സെക്കൻഡ് പ്രയോറിറ്റി വരുന്നത് ഈ പ്ലസ് നമ്മൾ A++, A-, പഠിച്ചില്ലേ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് വരുന്നത്. അതിലും ആദ്യത്തെ പ്രയോറിറ്റി പോണത് മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എന്നിട്ടാണ് ഈ പ്ലസും മൈനസും ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നോക്കിയിട്ട് ഇതിന്റെ ഓർഡർ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം. ആ ഒരു ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അതിനകത്ത് എല്ലാ പ്രയോറിറ്റികളും ഉണ്ട്. ഇതിലേതാണ് ആദ്യം ചെയ്യുക അങ്ങനെ നിങ്ങൾ നോക്കി വെക്കണം. ഇനി വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് പ്രോഗ്രാം? ഈ കോഡിന്റെ ഔട്ട്പുട്ട് എന്താ? നമുക്ക് ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു കോഡ് തന്നിട്ട് ലൈക്ക് വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് എന്ന് ചോദിക്കും. ഇതിലിപ്പോ ആകെ വേറെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു മെയിൻ ഉണ്ട്. അവർ ഇന്റ് a is equal to 10 divided by 3. ഈ 10 divided by 3ന്റെ ആൻസർ എന്തായിരിക്കും? നമുക്ക് അത് ആദ്യം എഴുതി വെക്കാം. യെസ് 3 അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ 3 ആണ് കേട്ടോ. ഇനി printf %d, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. %d ആണ് ആൻഡ് a പ്രിന്റ് ചെയ്യാൻ വന്ന വാട്ട് വിൽ ബി ദ ആൻസർ? 3 തന്നെയല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അങ്ങനെയുള്ള കാര്യം. അതേസമയം ഇപ്പൊ ഇവിടെ ഇഞ്ച് അല്ല, ഇവിടെ ഫ്ലോട്ട് ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? ഫ്ലോട്ട് ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ആൻസർ? 1 വരില്ലല്ലോ. ഫ്ലോട്ട് ആണെങ്കിൽ നമുക്ക് ആ പോയിന്റ് വരും. 3.33 അത് വരും, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കിക്കോട്ടോ. ഇവിടെ ഫ്ലോട്ട് ആണെങ്കിൽ ഇവിടെ f എന്നും കൂടെ ഉണ്ടാവുക, ഇവിടെ f എന്നും കൂടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് പോയിന്റ് ഉള്ളത് പ്രിന്റ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞാൽ റൈറ്റ് ദി printf സ്റ്റേറ്റ്മെന്റ് ടു പ്രിന്റ് ദിസ് sem my mark will be increased by 15%. ഇത് പ്രിന്റ് ചെയ്യാനുള്ള ഒരു printf സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇത് പ്രിന്റ് ചെയ്യാനുള്ള ഒരു printf സ്റ്റേറ്റ്മെന്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ
എങ്ങനെ എഴുതും? ലാസ്റ്റ് പെർസെന്റേജ്. ഓക്കെ. ഇങ്ങനെയുള്ള ലൈക് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോ ചോദിക്കാം കേട്ടോ. ഇനി വാട്ട് ഇസ് ദ മെമ്മറി സൈസ് റിക്വയർഡ് ടു സ്റ്റോർ? ഇത് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ പ്രിന്റഫിൽ തന്നെ എഴുതി വെച്ചാൽ മതി, അത്രേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി വാട്ട് ഇസ് ദ മെമ്മറി സൈസ് റിക്വയർഡ് ടു സ്റ്റോർ ക്യാരക്ടർ ഇൻ ദ ഫ്ലോട്ട്? ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ക്യാരക്ടർ എത്ര ബൈറ്റ്സ് ആണ്? ക്യാരക്ടർ 1 ബൈറ്റ്. ബിറ്റ് അല്ല, ബൈറ്റ് ആണ് കേട്ടോ. ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മോളസ്റ്റ് ആണ്. ക്യാരക്ടർ 1 ബൈറ്റ് ആണ്. ഇന്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്റിജർ ആണെങ്കിൽ 2 ബൈറ്റ് ആണ്. ദെൻ ഫ്ലോട്ട് ഇസ് 4 ബൈറ്റ്സ്. ഇത് എപ്പോഴും ഓർത്തിരിക്കണം, മറക്കരുത്. Character is 1 byte, integer is 2 bytes and float is 4 bytes. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എനിക്ക് ആൻസർ പറഞ്ഞു തരണം. ഇത് ഞാൻ നിങ്ങൾക്ക് കുറെ തവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലസ് പ്ലസ് ആൻഡ് ഐ പ്ലസ് പ്ലസ്? ഇത് നിങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ വായിച്ചോളാം. ഐ പ്ലസ് പ്ലസും പ്ലസ് പ്ലസ് ഐയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? പ്രീ ഇൻക്രിമെന്റ് ആൻഡ് പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. അതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കും ഡിഫറൻസ് എന്താ എങ്ങനെയാണെന്ന്? അന്ന് ഞാൻ നിങ്ങൾക്കൊരു എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സെന്റൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒപ്പം. ചേഞ്ച് ദെൻ യൂസ് ആൻഡ് യൂസ്, അത് തന്നെ, ചേഞ്ച് ദെൻ യൂസ് ആൻഡ് യൂസ് ദെൻ ചേഞ്ച്. വെരി ഗുഡ്, രണ്ടുപേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇതിൽ ഏതൊക്കെയാണ് ചേഞ്ച് ദെൻ യൂസ്, ഏതാണ് യൂസ് ദെൻ ചേഞ്ച്? ഏതാണ്? പ്രീ ഇസ് ചേഞ്ച്, പ്ലസ് പ്ലസ് ഐ ഇസ് ചേഞ്ച് ദെൻ യൂസ്. ഓക്കെ, റൈറ്റ്, കറക്റ്റ് ആണ്. അപ്പൊ ഈ ഫ്രണ്ടില് പ്ലസ് പ്ലസ് ഉണ്ടെങ്കിൽ, അതായത് ആദ്യം ഓപ്പറേറ്റർ ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ചേഞ്ച് ചെയ്തിട്ട് വി വിൽ യൂസ്. സോ ദിസ് ഇസ് ചേഞ്ച് ദെൻ യൂസ് കൺസെപ്റ്റ് ആണ് ഇവിടെ വരിക. അതിന്റെ എക്സാമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. പ്ലസ് പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം യൂസ് ചെയ്തിട്ട് പിന്നെയാണ് അത് ചേഞ്ച് ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് ഈ രണ്ട് കൺസെപ്റ്റും വരിക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഐ ഇസ് ഈക്വൽ ടു 5 ആണ് വാല്യൂ ആണെങ്കിൽ പ്ലസ് പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം ഓപ്പറേറ്റർ ആണല്ലോ കിടക്കുന്നത്, ആദ്യം പ്ലസ് പ്ലസ് അല്ലേ കിടക്കുന്നത്. സോ ആദ്യം നമ്മൾ അതിനെ ഒരു പ്രാവശ്യം ഇൻക്രിമെന്റ് ചെയ്തിട്ട് 6 എന്നുള്ള വാല്യൂ ആക്കും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലായിരിക്കും ഇതിനെ യൂസ് ചെയ്യാം. അതേസമയം ഐ പ്ലസ് പ്ലസ് ആണെന്നാണെങ്കിൽ ഫസ്റ്റ് യൂസ് ദെൻ ചേഞ്ച് ആണ്. സോ വാല്യൂ 5 തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ക്ലിയർ? അപ്പൊ എപ്പോഴും നിങ്ങൾ ഇത്ര കാര്യം ഓർത്താൽ മതി. ആദ്യം ഈ പ്ലസ് പ്ലസ് എന്നുള്ള സിമ്പൽ കിടക്കുകയാണെങ്കിൽ യു ഹാവ് ടു ഇൻക്രിമെന്റ് ബൈ 1, എന്നിട്ട് വേണം അതിനെ യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഐ ആണ് കിടക്കുന്നതെന്നാണെങ്കിൽ ഐനെ ആദ്യം യൂസ് ചെയ്യാം, എന്നിട്ട് ഇൻക്രിമെന്റ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നീറ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കണം. 3 മാർക്സ് ആണെങ്കിലും ഒരു ചെറിയൊരു എക്സാമ്പിൾ ഒക്കെ ഇട്ടിട്ട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇതുവരെ ആർക്കും കുഴപ്പമില്ലല്ലോ? ഇന്നത്തെ ആബ്സെന്റീസ് ഒന്ന് എനിക്ക് വേഗം പറഞ്ഞുതരോ? നാൽപ്പത്തിയഞ്ച് പേരുള്ളൂ അല്ലെ? 44. അപ്പൊ എത്ര പേര് ആബ്സെന്റ്? എന്താ വെച്ചാൽ ഇത്രയും പേര് ആബ്സെന്റ്? ഒന്ന് എല്ലാരും പെട്ടെന്ന് നോക്കൂ, സമയം തീരാറായി. നിങ്ങളുടെ താഴെയുള്ള ആരെങ്കിലും ആബ്സെന്റീസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി പറയും. ഭവ്യ, ഞാൻ നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻ, നാളെ ഇല്ല അല്ലെ, ഇനി മറ്റന്നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഇതേപോലെ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. 3 ക്വസ്റ്റ്യൻ ഇടാം. നിയാസ്, ഭവ്യ, നിയാസ്, ജുനീദ്, ജുനീദ്, മദൻ രാജ്, അടുത്തത് ബാക്കി എല്ലാരും ഉണ്ടോ? 1 2 3 4. വിശാൽ കൃഷ്ണ, വിഷ്ണു കെ, വിഷ്ണു പ്രകാശ് ഒക്കെ ഉണ്ടോ?
വിസ്മയ. ഓക്കെ, അടുത്തത് ആര്യ. വിസ്മയ ഉണ്ടായിരുന്നു അല്ലെ? വിസ്മയ ഉണ്ടായിരുന്നു. സുമേഷ്. എത്ര പേരായി എന്നറിയാം? 1 2 3 4 5 6 7. ശിവജ്യോതിഷ്. പിന്നെ വേറെ ആരാ? ഷഹീൻ ഇപ്പൊ ഉണ്ടായിരുന്നു. ഷഹീൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിമ്മി സുരേഷ് ആൻഡ് നിഖിൽ സുരേഷ്. ഓക്കെ, ഇവര് ട്വിൻസ് ആണല്ലേ? നിമ്മി സുരേഷ് ആൻഡ് നിഖിൽ സുരേഷ്. എനിക്ക് രമ്യ മിസ് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, നിങ്ങളുടെ മാത്സ് മിസ് പറഞ്ഞപ്പോഴാണ്. ഓക്കെ, അപ്പൊ ഇത്ര പേരല്ലേ? 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, അപ്പൊ നാളേക്കുള്ള പ്രോഗ്രാം അല്ല, മറ്റന്നാളേക്കുള്ള പ്രോഗ്രാം ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. അപ്പൊ ശരി, താങ്ക് യു.